ഹലോ, ഇന്നിപ്പോൾ രാവിലെ സൂര്യൻ ഉദിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ദേ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് വന്നിട്ടുണ്ട്. നോമ്പായത് കാരണം എന്തായാലും കിച്ചണിലോട്ടൊന്നും ഇപ്പോൾ പോകേണ്ട കാര്യമില്ല. പിന്നെ ഈവനിങ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഈ വെള്ളമൊഴിക്കൽ. പക്ഷേ നോമ്പായത് കാരണം വൈകുന്നേരം കുക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കിച്ചണിൽ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ 5:30-6 മണി ടൈമിലൊന്നും എന്തായാലും ഈ ഒരു വെള്ളം നനയ്ക്കാനുള്ള ടൈം എന്തായാലും കിട്ടൂല. അങ്ങനെ ഇന്നലെ വെള്ളം നനയ്ക്കാത്തത് കാരണം ചെടികളൊക്കെ വല്ലാണ്ട് അങ്ങ് നിൽക്കുകയാണ് ഈ കൊടും വേനലിൽ. അങ്ങനെ ഇന്ന് കാലത്ത് ഇറങ്ങിയതാണ് കേട്ടോ. ഈ ഒരു ചെടി കണ്ടില്ലേ, നല്ലൊരു എന്ത് രസമായിട്ടാണ് ഈ ഒരു ചെടി പൂത്ത് നിൽക്കുന്നതെന്നൊക്കെ. തെറ്റിപ്പൂവാണ് കേട്ടോ. ഞങ്ങൾ വീട് താമസാന സമയത്ത് ഒരു ചെറിയ തൈ ആരോ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. അതവിടെ വെച്ചിട്ട് ഈ പ്രാവശ്യമാണ് ഇത്രയും നന്നായിട്ട് നിറച്ച് പൂത്ത് വരുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട്. ആ ഒരു കളറ് ഒറിജിനൽ കളറാണ് കേട്ടോ ക്യാമറയിൽ കാണുന്നത്. അതിന് കൂടുതലോ കുറവോ ഒന്നുമില്ല. സൂര്യൻ്റെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. സൂര്യൻ്റെ അടുത്ത് നിന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ സെൽഫി എടുക്കുകയാണ്. ഞാൻ പറഞ്ഞത് ദേ ഈ കുറേ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിന് നമ്മൾ ചെടിക്ക് വെള്ളം കൊടുത്തില്ലെങ്കിലും ഞങ്ങളുടെ ഈ മാവിന് പ്ലാവിനും ഒക്കെ വെള്ളം കൊടുക്കാതിരിക്കും ഭയങ്കര ഒരു വിഷമം തന്നെയാണ്. കാരണം അവർ ഫസ്റ്റ് ടൈമൊക്കെ കാഴ്ച നിൽക്കുന്നതാണ്. ഈ കോട്ടുകുടമാവ് ഫസ്റ്റ് ടൈം ഒരു 4 മാങ്ങ കാഴ്ച നിൽക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കൊടുത്തില്ലെങ്കിൽ അതെല്ലാം പൊഴിഞ്ഞു പോകും. പിന്നെ ഇത് വേറൊരു ഐറ്റം മാവ്. ഇത് കഴിഞ്ഞ വർഷം കായ്ച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് പഴുത്ത് ഇട്ട് എന്താ ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് അത് വീണ് പോയി. ഇപ്പോൾ ഒരു 6-7 മാങ്ങ ഇതിൽ നിൽക്കുന്നുണ്ട്. എല്ലാം 3 വർഷമായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഞങ്ങൾ താമസമായിട്ട് 3 വർഷം ആകുമ്പോഴും. അപ്പോൾ താമസമായ പിറ്റേ ആഴ്ച തന്നെ ഞങ്ങൾ കുറേ പ്ലാന്റ്സ് ഇങ്ങനെ വാങ്ങി വെച്ചു. അതിൽ മാവും പ്ലാവുമാണ് കൂടുതൽ. പിന്നെ മാവും പ്ലാവും ഒന്നും കൂടാതെ ഇതുപോലെ ചെറി, അതുപോലെ ചാമ്പ തന്നെ 2-3 ഐറ്റം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മാങ്കോസ്റ്റിനും റംബുട്ടാനും അതുപോലെ നെല്ലിക്കയൊക്കെ അല്ലേ, അതൊക്കെ 2-3 ടൈപ്പ് വാങ്ങി വെച്ചത്. ഒന്നും കായ്ച്ചു തുടങ്ങിയിട്ടില്ല. പക്ഷെ റംബുട്ടാൻ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പൂത്ത് വരാൻ തുടങ്ങി. ഇത് വേറൊരു ഐറ്റം മാവാണ് കേട്ടോ. ഇതിലും ഒരു 8-10 മാങ്ങ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ വെള്ളം നനയ്ക്കണം കേട്ടോ. മെയിൻ നമ്മൾ വളം കൊടുക്കാറുണ്ട്. അതുപോലെ വെള്ളം ഡെയിലി ഇല്ലെങ്കിൽ ഒന്നിനിടെങ്കിലും വെള്ളം കൊടുക്കണം. പിന്നെ ഇത്രയും വേനലായത് കാരണം മാവൊക്കെ കായ്ച്ച് നിൽക്കുമ്പോൾ എന്തായാലും വെള്ളം നനയ്ക്കാതിരുന്നാലും പോക്കാണ്. ഈ മാവിലാണ് ഏറ്റവും കൂടുതൽ മാങ്ങ കായ്ച്ചത് കേട്ടോ. എനിക്ക് 25 മാങ്ങയ്ക്ക് പുറത്തുണ്ട്. കഴിഞ്ഞ വർഷം ഒരു 10-15 എണ്ണം കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു ടേസ്റ്റൊന്നുമല്ല, എന്തോ ഒരു വെറൈറ്റി മാങ്ങ അത്ര തന്നെ. പിന്നെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അവർ ഇതിൻ്റെയൊക്കെ പേര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഓരോ ഐറ്റവും. പക്ഷേ അതൊക്കെ മറന്നു കേട്ടോ. അങ്ങനെ ചെടിക്കും മാവിനും ഒക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കൊല ഒടിഞ്ഞ് കിടക്കുന്നത് ഞാൻ കണ്ടത് കേട്ടോ. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതിൽ എൻ്റെ ഒരു നല്ലൊരു കപ്പക്കൊല മുറിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ. നല്ല വലിയ കപ്പക്കൊലയായി വരേണ്ടതാണ് കേട്ടോ. ഇത് ആ വേനലിൻ്റെ ചൂട് കാരണമാണ് ഇത് ഒടിഞ്ഞു പോയത്. പക്ഷേ ഞാൻ ഇതിൽ വെള്ളം നന്നായിട്ട് നനച്ചിട്ടുണ്ടായിരുന്നതാണ്. എന്ത് പറ്റിയെന്ന് അറിയില്ല, വേനലുകൊണ്ടായിരിക്കും. ഇത് ഇതിൻ്റെ പകുതി വിളവ് പോലും ആയിട്ടില്ല. ഇതിനി ഒരുപാട് വലുതാവേണ്ട ഒരു കൊലയായിരുന്നു കേട്ടോ. എന്തായാലും പോയി. ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യാം, നമുക്ക് പഴുപ്പിച്ചാൽ കഴിക്കാം അത്ര തന്നെ. കഴിഞ്ഞതിന് ഞാൻ മുറിച്ചത് ഏകദേശം 600 രൂപയ്ക്ക് പുറത്തുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു വില കിട്ടിയത്. കാരണം വീട്ടിലാരും ഈ ഒരു കപ്പക്കൊല കഴിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ കൊടുക്കാറാണ് പതിവ്. ഇല്ല, ഇവിടെ 1-2 നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന അത്രയും സംഭവങ്ങളുള്ളൂ, അല്ലാതെ വേറെ സ്ഥലത്തൊന്നുമില്ല. ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ചെടിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ മോന് സ്കൂളിൽ പോകാൻ റെഡി ഇറങ്ങിയിട്ടുണ്ട്. 8 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനിന്ന് ഫസ്റ്റ് ഡേ സ്കൂളിൽ 10ാം ക്ലാസ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ എന്തായാലും ഒന്ന് അവൻ്റെ ബസ് വരുന്ന സ്ഥലം വരെ പോകാമെന്ന് കരുതി ഞാനും കൂടെ പോവാണ്. അങ്ങനെ ഞാൻ റോഡിലോട്ട് കയറി പോകാറൊന്നുമില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും അവൻ്റെ 10ാം ക്ലാസ് തുടക്കമല്ലേ, ഫസ്റ്റ് ഡേ അവൻ്റെ കൂടെ ഒന്ന് പോയി ബസ് സ്റ്റോപ്പ് വരെ നിൽക്കാമെന്ന് കരുതി അവൻ്റെ കൂടെ പോയതാണ്. വീഡിയോ എടുക്കുന്നതിനോടൊന്നും ആളിനൊട്ടും താല്പര്യമില്ല. പക്ഷെ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്ത്. മോന് പോയ ശേഷം ഞാൻ വീട്ടിലോട്ട് വന്നിട്ട് വീണ്ടും കിച്ചണിലാണേ വന്നത്. കിച്ചണിൽ രാവിലെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ രാവിലെ നമ്മുടെ ഇടത്താഴം കുടിക്കാൻ വേണ്ടി 4 മണിക്ക് എണീക്കുന്നതാണ് കേട്ടോ. അപ്പോഴേ ഉള്ള പാത്രങ്ങളും മറ്റുമൊക്കെ കുറച്ചധികം പുറത്ത് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കഴുകി വെക്കാനുള്ള ആ ഒരു ടൈമിലായിരുന്നു. രാവിലെ എണീറ്റിട്ട് ഇന്ന് നേരെ വെള്ളോട്ട് ചെടിക്ക് വെള്ളം നനയ്ക്കാനാണല്ലോ പോയത്. അപ്പോൾ ഇത് വന്നിട്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി വന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇഫ്താർ പരിപാടിയൊക്കെ തുടങ്ങുന്നത് ഒരു ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം അങ്ങനെയുള്ള ടൈമിൽ മതിയല്ലോ. അതൊന്നും കിച്ചണൊക്കെ നീറ്റായിട്ട് അവിടെ കിടക്കട്ടെ എന്ന് കരുതി ഫുള്ളൊന്ന് വൃത്തിയാക്കിയിട്ടിട്ട് കുറച്ച് അരി ഒന്ന് തിളപ്പിക്കാനും കൂടി വെക്കാനുണ്ട് കേട്ടോ. കാരണം കോഴിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ ചില സമയത്ത് കോഴിത്തീറ്റയും മറ്റുള്ള ഫുഡുകൾ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ നോമ്പ് ടൈം ആകുമ്പോൾ അങ്ങനെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊന്നും വരാറില്ല. നമ്മൾ ചോറൊക്കെ വേവിക്കുന്നത് കുറവാണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചോറ് റെഡിയാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ എടുത്തുള്ളൂ. ഇനി ഇഫ്താർ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.